നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിലെത്തിയ വാർത്ത പുറത്തു വരുന്നുണ്ട്. ആ വാർത്ത ഒരുപക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനലുകൾക്ക് വലിയ പ്രാധാന്യമില്ലായിരിക്കാം. പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടും നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ടും റീച്ച് നോക്കി കാത്തിരുന്നിട്ട് കാര്യമില്ല. ഈ വാർത്തയും ജനങ്ങൾ അറിയണം. ലോക നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ വളരെ നിർണായകമാണ്. പോയത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. ഫ്രാൻസിൽ നടക്കുന്ന 52ാമത് G7 ഉച്ചകോടിയിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനീവ വഴി ഫ്രഞ്ച് റിസോർട്ട് നഗരമായിട്ടുള്ള ഏവിയാൻലെ ബേസിനിലെത്തുന്നത്. ജനീവ തടാകത്തിന്റെ തീരത്ത് ജൂൺ 15 മുതൽ 17 വരെയാണ് ആഗോള വ്യാവസായിക ശക്തികളുടെ ഈ നിർണായക ഉച്ചകോടി നടക്കുന്നത്. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനത്തിന്റെ 3ാം ഘട്ടമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. G7 അംഗമല്ല ഇന്ത്യ. പക്ഷേ എങ്കിലും പങ്കാളിത്ത രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ ക്ഷണിക്കുന്നത് ഇത് 13ാമത്തെ തവണയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ തുടർച്ചയായി 7ാമത്തെ G7 പങ്കാളിത്തത്തിലാണ് പങ്കെടുക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഉച്ചകോടിയുടെ ഭാഗമാകാണ് ഇന്ത്യ. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഗ്ലോബൽ സൗത്തിന്റെ താല്പര്യങ്ങൾ, ആവശ്യങ്ങളൊക്കെ ആഗോള വേദിയിൽ ശക്തമായി ഉയർത്തിക്കാട്ടുക എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഒരു വർക്കിംഗ് സെഷൻ നടക്കുന്നുണ്ട്. പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കൽ, അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കൽ. ആ സെക്ഷനിൽ പ്രത്യേക വർക്കിംഗ് സെഷനാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട്. G7 നേതാക്കൾക്ക് പുറമെ ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികളും ഈ സെക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള സുസ്ഥിര വികസനം, സാമ്പത്തിക വളർച്ച, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI-യുടെ സുരക്ഷിതമായിട്ടുള്ള വിന്യാസം, ഇതൊക്കെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലോവാക്യയിലെ ചരിത്രപരവും ഫലപ്രദവുമായിട്ടുള്ള സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് നരേന്ദ്രമോദി ഫ്രാൻസിലേക്ക് എത്തിയിട്ടുള്ളത്. സ്ലോവാക്യയിലെ സന്ദർശനത്തിലെ പ്രധാനമന്ത്രിക്ക് ആ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് നൽകി ആദരിച്ചത് നമ്മളിവിടെ എത്ര പേര് അറിഞ്ഞു, എത്ര പേര് വാർത്തയാക്കിയെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ രാജ്യത്തിന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് ഇത് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ അത് സംസാരിക്കുക തന്നെ വേണം. ഉച്ചകോടിയുടെ വേദിയിൽ ലോക നേതാക്കളുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളിലേക്കാണ് ഇപ്പോൾ നയതന്ത്ര ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഇരു നേതാക്കളും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണത്. അടുത്തിടെ നമുക്കറിയാലോ, ഒമാൻ തീരത്ത് അമേരിക്കൻ നാവികസേനയുടെ നടപടി, അവരുടെ സൈനിക നടപടിക്ക്, മിസൈൽ ആക്രമണത്തിന് വിധേയമായിട്ട് 3 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ള സംഭവം. ആ സംഭവത്തെ തുടർന്ന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ നല്ലവണ്ണം നിലനിൽക്കുന്നുണ്ട്. ചെറുതായിട്ടല്ല, നല്ലവണ്ണം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നടക്കുന്ന മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യവും അതുകൊണ്ട് തന്നെ ഉണ്ട്. കൂടാതെ ഇറാനുമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള പുതിയ സമാധാന കരാറിന്റെ 2ാം ഘട്ട ചർച്ചകളെ കുറിച്ചും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ട്രംപ് ഉച്ചകോടിയിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ ഈ വിഷയങ്ങളും ചർച്ചകളിൽ പ്രതിഫലിക്കും. അതിലൊക്കെ ഇന്ത്യയും പങ്കെടുക്കും. ട്രംപിന് പുറമെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ, അതുപോലെ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തില് കടുത്ത പ്രതിസന്ധി നേരിടുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിൽ എത്തിയിട്ടുണ്ട്. യുക്രൈനിലെ നിലവിലെ സാഹചര്യങ്ങളും പശ്ചിമേഷ്യയിലെ ഇപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയും ഒക്കെ ഉച്ചകോടിയുടെ പ്രധാന അജണ്ടകളാണ്. G7 പരിപാടികൾക്ക് ശേഷം പാരീസിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് മേളയായിട്ടുള്ള വിവോടെക് 2026 പങ്കെടുക്കും. ഈ വർഷത്തെ മേളയിൽ ഇന്ത്യക്കാണ് ഏറ്റവും വലിയ ദേശീയ പവലിയൻ അവിടെ അനുവദിച്ചിട്ടുള്ളത്. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരിപാടിയോടെയാണ് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം അവസാനിക്കുക. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു G7 ഉച്ചകോടിയിലേക്ക് പങ്കെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ വരുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയാണ് പോണത്. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കും, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇന്ത്യക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. Different angles. Don't forget to subscribe and support this channel.